നമസ്കാരം. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി. പക്ഷേ ആരാണ് ഈ സുരേഷ് ഗോപി? എന്താണ് സുരേഷ് ഗോപി ഈ രാഷ്ട്രീയത്തിലൂടെ അർത്ഥമാക്കുന്നത്? ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ ഇപ്പോഴും പൊതുസമൂഹം ചോദിക്കുന്നുണ്ടാകാം. രാഷ്ട്രീയക്കാരനാണോ സുരേഷ് ഗോപി, അതോ സിനിമാ നടനാണോ? ഇവിടെ നമ്മുടെ മലയാള സിനിമയിൽ മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ കഴിഞ്ഞാൽ ആര് എന്നുള്ളൊരു ചോദ്യത്തിന് പണ്ട് തന്നെ ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സുരേഷ് ഗോപി എന്നാണ്. പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന എത്രയെത്ര കഥാപാത്രങ്ങളാണ് സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത്. സിനിമ എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല പലപ്പോഴും സുരേഷ് ഗോപിക്കും. വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് സിനിമാ മേഖലയിൽ തൻ്റേതായിട്ടുള്ള ഒരു ഇരിപ്പിടം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ടതിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചത് എന്ന് പറയാം. ശരികൾക്ക് വേണ്ടി പോരാടുന്ന പോലീസ് ഓഫീസറായും മന്ത്രിയായും മുഖ്യമന്ത്രിയുമായും എല്ലാം വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് സുരേഷ് ഗോപി പലപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് അദ്ദേഹത്തിന് മുന്നിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് ആ കഥാപാത്രങ്ങളോട് നീതി പുലർത്തുക എന്നതാണ്. കാരണം സത്യസന്ധരായ എത്രയെത്ര ഭരണാധികാരികളെയാണ് അദ്ദേഹം അഭ്രപാളികളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയെ ഒരു IPS ഓഫീസർ ആക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനായ ഗോപിനാഥ പിള്ളയുടെ ആഗ്രഹം. എന്നാൽ മകന് സിനിമ മാത്രമേ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സിനിമയിലൂടെ അച്ഛൻ്റെ ആഗ്രഹം അദ്ദേഹം സാധിപ്പിച്ചു കൊടുത്തു. IPS ഓഫീസറായും ഭരണാധികാരിയുമായെല്ലാം സുരേഷ് ഗോപി നിറഞ്ഞാടി. തൻ്റെ 7ാമത്തെ വയസ്സിൽ KS സേതുമാധവൻ സംവിധാനം ചെയ്ത ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലൂടെയാണ് സുരേഷ് ഗോപി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിൽ നിന്നാണ്. അതിനുശേഷം കൊല്ലം ഫാത്തിമ മാത നാഷണൽ കോളേജിൽ നിന്നും സുവോളജിയിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയാണ് അദ്ദേഹം കോളേജ് ജീവിതം പൂർത്തിയാക്കുന്നത്. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം 1984 നിരപരാധി എന്ന തമിഴ് ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് വീണ്ടും സിനിമയിലേക്ക് അദ്ദേഹം എത്തുന്നത്. 1986 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ TP ബാലഗോപാലൻ MA എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. പിന്നീട് സുരേഷ് ഗോപിയെ തേടിയെത്തിയതെല്ലാം വില്ലൻ വേഷങ്ങളായിരുന്നു എന്നുള്ളതാണ്. രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിലെ വേഷം അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പൂവിന് പുതിയ പൂന്തന്നൽ, സായം സന്ധ്യ എന്നീ സിനിമകളിലൊക്കെ മമ്മൂട്ടിയുടെ വില്ലനായും സുരേഷ് ഗോപി വേഷമിടുകയുണ്ടായി. പിന്നീട് വഴിത്തിരിവായത് 20ാം നൂറ്റാണ്ട് എന്ന സിനിമയിൽ മന്ത്രിപുത്രൻ്റെ വേഷമായിരുന്നു. 1980കളുടെ അവസാനത്തിൽ ജനുവരി ഒരു ഓർമ്മ, ന്യൂഡൽഹി, ഭൂമിയിലെ രാജാക്കന്മാർ, അനുരാഗി, ആലിലക്കുരുവികൾ, 3ാം മുറ, ഒരു വടക്കൻ വീരഗാഥ, 1921 ദൗത്യം തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളിൽ വില്ലനായും ഉപനായകനായും സുരേഷ് ഗോപി വേഷമിട്ടു. 1990ഓടെയാണ് സുരേഷ് ഗോപി നായക വേഷം ചെയ്തു തുടങ്ങിയത്. 92 അദ്ദേഹം ചെയ്ത ഏകലവ്യനിലെ IPS ഓഫീസറുടെ വേഷം സുരേഷ് ഗോപിയെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തി. പിന്നീട് കമ്മീഷണർ പോലുള്ള ചിത്രങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. സുരേഷ് ഗോപിയുടെ പോലീസ് വേഷങ്ങൾ തന്നെയാണ് ആരാധകർ ഏറെയും ഏറ്റെടുത്തത് എന്ന് പറയാം. 1997 പുറത്തിറങ്ങിയ കളിയാട്ടത്തിൽ കാണിച്ച അഭിനയ മികവിന് അദ്ദേഹത്തെ തേടി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വരെ എത്തി. ആ വർഷം തന്നെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി. മലയാളത്തിലും തമിഴിലുമായി 300ലേറെ ചിത്രങ്ങളിലാണ് സുരേഷ് ഗോപി ഇതിനകം അഭിനയിച്ചിട്ടുള്ളത്. 2016 ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്. പിന്നീട് സിനിമയിൽ നിന്ന് വിട്ടുനിന്ന് അദ്ദേഹം 2021 കാവൽ എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തിയിരുന്നു. ഇപ്പോഴിതാ സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ തിളങ്ങി നിൽക്കുകയാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപി തുടർച്ചയായ തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തന്നെ വളരെ കർശനമായി നടത്തിയ പ്രവർത്തനമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ അധികാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് പറയാം. 74,686 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത്. കേരളത്തിലെ ആദ്യം BJP MP ആയതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഉയരുന്നത് കേന്ദ്രമന്ത്രി എന്ന നിലയിലേക്ക് കൂടിയാണ് എന്നുള്ള നിലയാണ്. എന്തായാലും കേന്ദ്ര സഹമന്ത്രിയാകുവാനെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും വലിയ ഉയർച്ചയിലേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ജനങ്ങളുടെ മാൻഡേറ്റ് നേടിയെടുത്തുകൊണ്ട് മാത്രമേ ഒരു മന്ത്രിസഭയിലേക്ക് ഒരു മന്ത്രിയായി എത്തൂ എന്നുള്ളത് സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിന് മുൻപും ഈ കേന്ദ്രമന്ത്രി പദമൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ തേടി. പക്ഷേ അപ്പോഴൊക്കെ അദ്ദേഹം രാജ്യസഭാ MPയുടെ പദവിയിലിരിക്കുമ്പോൾ ആ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുവാൻ അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന നാമനിർദ്ദേശത്തിനപ്പുറം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു നേതാവായി എത്തുമ്പോൾ
ജനപ്രിയനായിട്ടുള്ള നേതാവായി എത്തുമ്പോൾ മാത്രം മന്ത്രിസഭയിലേക്ക് അത് സഹമന്ത്രിയാണെങ്കിലും ക്യാബിനറ്റ് മന്ത്രി പദവിയാണെങ്കിലും ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയാണ്. ആ സുരേഷ് ഗോപിക്കാണ് ഇപ്പോൾ 2024 ജനങ്ങളുടെ ഭൂരിപക്ഷം 75,000-ഓളം വരുന്ന ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ അദ്ദേഹമാണ് ഇന്ന് മലയാള സിനിമ വെള്ളിത്തിരയിലും ഒപ്പം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഒരേപോലെ തിളക്കമാർന്ന താരമായി ഉദിച്ചു നിൽക്കുന്നത്.